പൂരാവേശത്തിന് വീര്യം പകരാൻ വെടിക്കെട്ട് പുലർച്ചെ നടക്കും. തുടർന്ന് ഉപചാരം ചൊല്ലി പിരിയും. അടുത്ത വർഷത്തെ പൂരം പ്രഖ്യാപിച്ച ശേഷമാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഉപചാരം ചൊല്ലി പിരിയുക. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഇനി ജനസാഗരം കാത്തിരിക്കുന്നത് ആകാശവിസ്മയം കാത്താണ്. വിവരങ്ങൾ. രോഹിണി, നാളെ പുലർച്ചയോടുകൂടിയാണ് വെടിക്കെട്ട് നടക്കുക. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ 3:30 ഈ പ്രധാന വെടിക്കെട്ട് നടക്കും. കഴിഞ്ഞ ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ട് നടന്നത്. സാമ്പിൾ വെടിക്കെട്ടിലും പാറമേക്കാവ് ആദ്യം തിരികൊളുത്തി, പിന്നീട് തിരുവമ്പാടിയും അവരുടെ കരുത്തുകാട്ടി. ഈ പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിലും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആകാശത്തുള്ള വർണ്ണവിസ്മയം കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ഇപ്പോഴും ഈ കുടമാറ്റത്തിന് ശേഷവും ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വെടിക്കെട്ട് പൂർത്തിയായാൽ മാത്രമേ അടുത്ത ചടങ്ങുകളിലേക്ക് കടക്കുകയുള്ളൂ. നാളെ രാവിലെയോടുകൂടി പകൽപൂരം നടക്കും. ഇരു ക്ഷേത്രങ്ങളിൽ നിന്നും, അതായത് ഈ തൃശ്ശൂർ പൂരത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയെത്തും. അതിനുശേഷം പകൽപൂരം നടന്ന ശേഷം ഇരു ദേവതകളും ആനപ്പുറത്തേന്തി പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ സന്നിധിയിലൂടെ പുറത്തേക്ക് വരും. തുടർന്ന് തിരുവമ്പാടി ഭഗവതിയും ഈ വടക്കുന്നാഥന് മുന്നിലെത്തി രണ്ട് ആനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇരു ഭഗവതിമാരുടെയും തിടമ്പുകളേന്തി ഉപചാരം ചൊല്ലി പിരിയുന്നതാണ് നാളത്തെ ചടങ്ങ്. അതിനുശേഷം വെടിക്കെട്ടോടുകൂടിയാണ് ഈ ഒരു പൂരത്തിന് പരിസമാപ്തി കുറിക്കുക. അതുതന്നെയാണ് ആ ചടങ്ങുകൾക്ക് കൂടി ഭാഗവാക്കാകുവാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഒരു പൂരത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുന്ന നിമിഷം അത് തന്നെയാണ് ഈ ഉപചാരം ചൊല്ലിപ്പിരിയൽ. അത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത വർഷത്തെ പൂരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൽ തന്നെയാണ് ഇനി ഓരോ മലയാളികളും. കാരണം ഇന്നത്തെ തൃശ്ശൂർ പൂരം അത് എല്ലാ മലയാളികളും മിഴി തുറന്നു കണ്ടതാണ്. വളരെയധികം ആകർഷണീയമായ ആ ഒരു കുടമാറ്റവും അതുപോലെ ഇലഞ്ഞിത്തറമേളവും ഓരോ ചടങ്ങുകളായി പുരോഗമിച്ചു. ഇനി നാളത്തെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതുതന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഇനി വെടിക്കെട്ടിലേക്കുള്ള മണിക്കൂറുകളാണ്. പുലർച്ചെ 3:30 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 3:30 ഈ ഒരു വെടിക്കെട്ട് നടക്കുക. അതിനുശേഷം പിന്നീട് പകൽപൂരവും ഉപചാരം ചൊല്ലിപ്പിരിയലും വീണ്ടും പകലൊരു വെടിക്കെട്ടും, അങ്ങനെ 3 വെടിക്കെട്ടുകളാണ് പൂരത്തിൻ്റെ ഭാഗമായി നടക്കുക. അതുതന്നെയാണ് ഈ ഓരോ വർഷവും ഈ തൃശ്ശൂർ പൂരം നടക്കുമ്പോഴും ഓരോ ചടങ്ങുകളും അതിൻ്റേതായിട്ടുള്ള ആ ഒരു തനിമയിൽ തന്നെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച ആ പൂരം ഇന്നും അതിൻ്റേതായിട്ടുള്ള ആചാരപ്പെരുമയോടുകൂടി തന്നെയാണ് പരിസമാപ്തി കുറിക്കുന്നത്. ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും ഇന്നത്തെ പൂരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ജനലക്ഷങ്ങളാണ് ഈ കുടമാറ്റത്തിൽ അടക്കം ഭാഗമായത്. ഇനി നാളെ നടക്കുന്ന ഈ വെടിക്കെട്ടിലും അതോടൊപ്പം നടക്കുന്ന ഉപചാരം ചൊല്ലിപ്പിരിയലിലും ആ പകൽപൂരത്തിലും പങ്കെടുക്കുവാൻ ഇവിടെ നിരവധി ആൾക്കാരുണ്ടാവും. അതുതന്നെയാണ് ഓരോ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതയാർന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ പൂരത്തിലും ഉണ്ടാകും. വെടിക്കെട്ടിലും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. സസ്പെൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോരുത്തരും മനസ്സിലാലോചിക്കുന്നത്. കാരണം സാമ്പിൾ വെടിക്കെട്ടിൽ നമ്മൾ കണ്ടതാണ്, ഇരു ദേവസ്വങ്ങളും അവരുടേതായിട്ടുള്ള ആ ഒരു കരുത്ത് തെളിയിച്ചു. ഇനി ഈ പ്രധാന വെടിക്കെട്ടിലും തീർച്ചയായും തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ ഈ കരുത്തുകൾ തെളിയിക്കും. അത് തന്നെയാണ് ഈ ആകാശത്ത് എന്താണ് വ്യത്യസ്തതയാർന്ന രീതിയിൽ അവർ അവതരിപ്പിക്കുക, ആ ഒരു വർണ്ണവിസ്മയം എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും. ഇനി രാവിലെയോടുകൂടി നടക്കുന്ന പകൽപൂരവും ആസ്വദിക്കുവാൻ വേണ്ടി നിരവധി പേരെത്തും. അതിലും ആനകൾ അകമ്പടിയോടുകൂടി എത്തും. തുടർന്നാണ് ഈ ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുന്നാഥന് മുന്നിലെത്തി ഈ ഉപചാരം ചൊല്ലി പിരിയുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, അത് സങ്കടത്തോടു കൂടിയാണ് ആ പൂരത്തിന്റെ അവസാനം ഉപചാരം ചൊല്ലി ഇരു ദേവതകളും പിരിയുന്നത്. 8 ഘടകക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 2 പ്രധാന പങ്കുവഹിക്കുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പൂരം നടത്തുന്നത്. എന്തായാലും ഈ പൂരത്തിന്റെ ഭാഗമായി നിരവധി പേർ ഇവിടെ ഇപ്പോഴുമുണ്ട്. ഈ വടക്കുന്നാഥ സന്നിധി. ശരി മനോജ്, പൂരാവേശത്തിന് കൊട്ടിക്കലാശം തീർക്കാൻ വെടിക്കെട്ട് പുലർച്ചെ നടക്കും. തുടർന്ന് ഉപചാരം ചൊല്ലി പിരിയും. മനോജാണ് വിവരങ്ങൾ നൽകിയത്.